നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച കെഎസ്യുവിന്റെ വേറിട്ട പ്രതിഷേധം. കാസർഗോട്ട് ബൈക്കുകൾ ഉരുട്ടിയാണ് പ്രതിഷേധം അറിയിച്ചത്. ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ട്രെയിൻ തടഞ്ഞു. ചെന്നൈയിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ് ആണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞത്. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലെ വാറന്റ് പ്രതിയെ പിടികൂടാനെത്തിയ പോലീസ് സംഘത്തെ ആക്രമിച്ച പ്രതിയെ മോചിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് മഞ്ചേശ്വരം മണിമുണ്ടയിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. എൻ.എച്ച്. അൻവറിന്റെ ഓർമ്മകൾക്ക് 10 ആണ്ട്. സിഒഇ സ്ഥാപക നേതാവും സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന നാസർ ഹസൻ അൻവറിന്റെ 10ാം ഓർമ്മദിനത്തിന്റെ ഭാഗമായി കാസർഗോഡ് RK മാൾ ഓഡിറ്റോറിയത്തിൽ അൻവർ ഓർമ്മ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലയിൽ നിർമ്മാണം പൂർത്തിയാക്കും മുൻപേ ടോൾ പിരിവിനൊരുങ്ങി ദേശീയപാത അതോറിറ്റി. സർവീസ് റോഡ് ഉൾപ്പെടെ അനുബന്ധ സൗകര്യങ്ങളൊന്നും ഒരുക്കാതെയാണ് പെരിയ ചാലിങ്കാലിൽ ടോൾ പ്ലാസയുടെ നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തീകരിക്കുന്നത്. ചക്കയുടെ ഔഷധ ഗുണം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനും പാരമ്പര്യവും നൂതനവുമായ വിവിധ ചക്ക ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന കലവറയുമായി കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ CDS ഫസ്റ്റ്, സെക്കൻഡ് എന്നിവർ സംയുക്തമായി ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഗോരക്ഷാ പ്രവർത്തകരും പ്രാദേശിക സംഘങ്ങളും കന്നുകാലികളെ കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല. സംസ്ഥാനത്ത് കന്നുകാലി കച്ചവടവും ഫാമും നടത്തുന്ന സംരംഭകർ ദുരിതത്തിൽ. വാർത്തകൾ വിശദമായി. ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ട്രെയിൻ തടഞ്ഞു. ചെന്നൈയിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ് ആണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞത്. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച കെഎസ്യുവിന്റെ വേറിട്ട പ്രതിഷേധം. കാസർഗോട്ട് ബൈക്കുകൾ ഉരുട്ടിയാണ് പ്രതിഷേധിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പെട്രോൾ ഡീസൽ വിലയും കൂട്ടി, പെട്രോൾ ഡീസൽ വിലയും കൂട്ടി, പെട്രോൾ ഡീസൽ വിലയും കൂട്ടി, പെട്രോൾ ഡീസൽ മോദി ഭരിക്കും കൊള്ള സംഘം, മോദി ഭരിക്കും കൊള്ള സംഘം, മോദി ഭരിക്കും കൊള്ള സംഘം. പ്രതിഷേധം 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 കെഎസ്യുവിൻ പ്രതിഷേധം, കെഎസ്യുവിൻ പ്രതിഷേധം, കെഎസ്യുവിൻ പ്രതിഷേധം, കെഎസ്യുവിൻ പ്രതിഷേധം. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഹേ മിസ്റ്റർ നരേന്ദ്ര മോദി, ഹേ മിസ്റ്റർ നരേന്ദ്ര മോദി, എവിടെ എവിടെ അച്ചാദീൻ, എവിടെ എവിടെ അച്ചാദീൻ, എവിടെ എവിടെ അച്ചാദീൻ, എവിടെ എവിടെ അച്ചാദീൻ. പ്രതിഷേധം 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 പ്രതിഷേധം. സർക്കാരല്ലിത് കൊള്ള സംഘം, സർക്കാരല്ലിത് കൊള്ള സംഘം, സർക്കാരല്ലിത് കൊള്ള സംഘം, സർക്കാരല്ലിത് കൊള്ള സംഘം. പെട്രോൾ ഡീസൽ വില നിരന്തരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ബൈക്കുകൾ തള്ളി പ്രതിഷേധിച്ച് കെഎസ്യു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിലുള്ള പെട്രോൾ പമ്പ് വരെയാണ് കെഎസ്യു കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്കുകളും സ്കൂട്ടറുകളും തള്ളി പ്രതിഷേധിച്ചത്. കെഎസ്യു കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജവാദ് പുത്തൂറിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ക്രമാതീതമായി പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചു വരുമ്പോഴും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ വലയുമ്പോഴും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ രാജ്യങ്ങൾ ചുറ്റി നടക്കുന്ന പ്രധാനമന്ത്രി രാജ്യത്തിന് നാണക്കേടാണെന്ന് കെഎസ്യു പ്രസ്താവിച്ചു. AICC കോർഡിനേറ്റർ മനാഫ് നുള്ളിപ്പാടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കെഎസ്യു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജവാദ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ആദർശ് കെ സ്വാഗതവും അൻസാരി നന്ദിയും പറഞ്ഞു.
ജില്ലാ ജനറൽ സെക്രട്ടറി അഖിൽ ജോൺ, വിഷ്ണു ഇരിയണ്ണി, സുജിത് എസ്, വൈഷ്ണവ് കോളിച്ചാൽ, ഷജാഹ് പട്ല എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾ ഈ തെരുവിലിറങ്ങണമെങ്കിൽ ഈ രാജ്യത്തുണ്ടായിട്ടുള്ള അരാജകത്വം, ഈ രാജ്യത്തുണ്ടായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികൾ പഠനം കഴിഞ്ഞിട്ട് അവർ എവിടെ പോകണമെന്ന് പോലും അറിയാത്ത രീതിയിലുള്ള അവസ്ഥയാണ് ഈ രാജ്യത്തുണ്ടായിട്ടുള്ളത്. ഈ ഒരു പെട്രോൾ വില വർധന ഇന്നലെ ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് 15 രൂപയുടെ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ വില വർധനയ്ക്ക് കാരണം? എവിടെയാണ് ഇവിടെ ഈ രാജ്യം ഭരിക്കുന്നത്? ഓരോ തലത്തിലും ഓരോ നേരത്തെ പറഞ്ഞതുപോലെ റീലുകൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു യാത്രയിലാണ് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയും അതടങ്ങുന്ന ഭരണകൂടമൊത്തം. എവിടെ ഈ രാജ്യത്ത് ഈ ക്രൂഡ് ഓയിലിൻ്റെ വില താരതമ്യേന കുറഞ്ഞിട്ടും അത് രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ള വിലവർധന എവിടെയാണ്? രാജ്യത്ത് വിലവർധന ഉണ്ടാക്കിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ സപ്പോർട്ട് ചെയ്യുന്ന കുത്തക കമ്പനികൾക്ക് വേണ്ടിയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ആർക്കാണ് ഇതിൻ്റെ ലാഭം? ഈ ഒരു അധിക നികുതി എടുക്കുന്നതുകൊണ്ട് അധിക വരുമാനമാണ് ഈ പെട്രോൾ ഉൽപ്പന്നങ്ങളെ കൊണ്ട് ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ എടുക്കുന്നതെങ്കിൽ തീർച്ചയായും ജനങ്ങൾ ഇനിയും തെരുവിലിറങ്ങും. ഈ വിദ്യാർത്ഥി സമൂഹം ഇറങ്ങിയതുപോലെ ഇനിയുള്ള നാളുകളിൽ ഈ രാജ്യത്തെ ഓരോ ആളുകളും തെരുവിലിറങ്ങിക്കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിലെ ജനങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന അധികഭാരത്തെ ചോദ്യം ചെയ്യുമെന്ന് മാത്രമല്ല, 4 സംസ്ഥാനങ്ങളിൽ നടന്ന ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ക്രമാതീതമായി പെട്രോൾ, ഡീസൽ ഉൾപ്പെടെയുള്ള പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇലക്ഷനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ആ സമയത്ത് മാത്രം വില പിടിച്ചു നിർത്തി അതിനുശേഷം ജനങ്ങളെ എല്ലാ നിലക്കും ബുദ്ധിമുട്ടിക്കുന്ന ഒരു തരത്തിലാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇത്രയും വളരെ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോകുമ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കാതെ അതിനു പകരം പല രാജ്യങ്ങളിൽ കറങ്ങി നടന്ന് ഇവിടുത്തെ ട്രോളന്മാർക്ക് കണ്ടന്റ് ഉണ്ടാക്കാനും ഇവിടുത്തെ ആളുകൾക്ക് പരിഹാസ കഥാപാത്രമാകാനുമാണ് ഇവിടുത്തെ നരേന്ദ്രമോദി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയ കാരണം. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു പ്രതിഷേധവുമായിട്ട് കടന്നു വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികളടക്കം ഈ സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെടുന്ന അനേക കോടികൾ വരുന്ന സാധാരണ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഈ വിഷയത്തിലടക്കം ഒരു നടപടിയും സ്വീകരിക്കാൻ സാധിക്കാതെ നിരന്തരം ഈ പെട്രോൾ, ഡീസൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സമരവുമായി കൊണ്ട് KSU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്ധനവില വർധനവിനെതിരെ കാഞ്ഞങ്ങാട്ടും പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ട്രെയിൻ തടഞ്ഞു. ഉച്ചയ്ക്ക് 12 മണിക്ക് ചെന്നൈയിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ് ആണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞത്. സമരം DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ 2.61 പൈസയും അതുപോലെ തന്നെ 2.71 രൂപയും ഇന്നലെയും വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 10 ദിവസത്തിൽ 10 രൂപയിലേറെ വർദ്ധിച്ച ഒരു സാഹചര്യമാണെന്നുള്ളത്. കേരളത്തിൽ ഈ രാജ്യത്തിനകത്ത് 10 ദിവസം കൊണ്ട് ഇത്രയധികം തവണ വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന നരേന്ദ്രമോദിയുടെ ഈ സർക്കാരിന്റെ പോരാട്ടമാണ്. ഇനി ഒരു തുടക്കം മാത്രമാണ്. അംബാനിയുടെയും അദാനിയുടെയും കൈവെള്ളയിൽ ഇരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി ഒരു ടിഷ്യൂ പേപ്പറിന്റെ വില പോലും ഇല്ലാത്ത ഒരു പ്രധാനമന്ത്രിയായി ഈ രാജ്യത്ത് നരേന്ദ്രമോദി മാറിയിരിക്കുന്നു. ആ സർക്കാരിന്റെ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. നമുക്ക് പറയാനുള്ളത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ, ജനറൽ സെക്രട്ടറിമാരായ വിനോദ് കപ്പിത്താൻ, മാർട്ടിൻ ജോർജ്, കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിബിൻ ഉപ്പിലിക്കൈ, മഞ്ചേശ്വരം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജുനൈദ് ഉറുമി എന്നിവർ നേതൃത്വം നൽകി. 25ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരത്തിൽ പങ്കാളികളായി. പ്രവർത്തകരെ റെയിൽവേ പോലീസ് നീക്കം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ വാറന്റ് പ്രതിയെ പിടികൂടാനെത്തിയ പോലീസ് സംഘത്തെ ആക്രമിച്ച് പ്രതിയെ മോചിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് മഞ്ചേശ്വരം മണിമുണ്ടയിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. കാഞ്ഞങ്ങാട്ടു നിന്നുള്ള പോലീസ് സംഘവും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡും ചേർന്നാണ് പ്രതി സുഹൈലിനെ പിടികൂടാനായി ഇയാളുടെ വീട് വളഞ്ഞത്. ഗ്യാങ് വാറിനെ തുടർന്ന് മംഗളൂരു KC റോഡിൽ വെച്ച് കൊല്ലപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി കാലിയ റഫീഖിന്റെ മകനാണ് സുഹൈൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് അറിയിച്ചു. പോലീസ് സംഘം പ്രതിയുടെ വീട്ടിലെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ വീട്ടുകാർ വലിയ കത്തിയുമായി പോലീസിനെ തടയുകയും കയ്യാങ്കളിയിൽ ഏർപ്പെടുകയുമായിരുന്നു. ഈ തക്കം നോക്കി പ്രതി പോലീസ് സംഘത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു.
പ്രതിയെ ബലമായി മോചിപ്പിക്കാൻ ശ്രമിച്ച വീട്ടുകാരുടെ നടപടി വൻ സംഘർഷത്തിന് വഴിവെച്ചു. പിന്നീട് പ്രതിയെ ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഭാവിയുടെ ദൃശ്യ സംസ്കാരത്തിന് പുതിയ ചിറകുകൾ നൽകിയ വർത്തമാനകാലത്തിന്റെ ദൃശ്യ സാധ്യതകളെ സ്വപ്നങ്ങളിൽ നിന്നും യാഥാർത്ഥ്യങ്ങളിലേക്ക് പറിച്ചുനട്ട കാഴ്ചകൾക്ക് പുതിയ ഭാഷ പകർന്നു നൽകിയ NH അൻവറിന്റെ ഓർമ്മകൾക്ക് 10 ആണ്ട്. സിഒഎ സ്ഥാപക നേതാവും സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന നാസർ ഹസൻ അൻവറിന്റെ 10ാം ഓർമ്മദിനത്തിന്റെ ഭാഗമായി കാസർഗോട്ട് സംഘടിപ്പിച്ച അൻവർ ഓർമ്മ അനുസ്മരണ പരിപാടിയിൽ ആ സ്നേഹത്തണലിൽ വിശ്രമിച്ചവർ, മധുരം പകർന്നവർ അൻവർ ഓർമ്മയുമായി വീണ്ടും ഒത്തുകൂടി. കാസർഗോഡ് RK മാൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സിനെ ഏകോപിപ്പിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലയിലെ ഓപ്പറേറ്റേഴ്സിന്റെ ഒരു സംഘടന രൂപീകരിക്കുകയും അത് വലിയൊരു കേരള പോലെ ഒരു വലിയ പ്രസ്ഥാനമായി മാറുന്നത് അന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്ന് ഈ പ്രസ്ഥാനം കേരള വിഷൻ എന്നത് കേരളത്തിലെ ഏറ്റവും വലിയൊരു കേബിൾ TV ഓപ്പറേറ്ററായി മാറിയിരിക്കുന്നതോടൊപ്പം ഇന്റർനെറ്റ് സേവന രംഗത്തും സജീവമായി ഉള്ള ഒരു പ്രസ്ഥാനമായി, വലിയൊരു പ്രസ്ഥാനമായി കേരള വിഷൻ മാറിയെന്ന് അറിയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു വലിയ പ്രസ്ഥാനമായി മാറ്റിയത്. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു വലിയൊരു പ്രസ്ഥാനമായി മാറ്റിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ അൻവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു, ബന്ധു കൂടിയായിരുന്നു. അപ്പോൾ നല്ലൊരു ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് ചെറിയ പ്രായത്തിൽ തന്നെ അകാലമായ അദ്ദേഹത്തിന്റെ നിര്യാണം ഉണ്ടാവുകയും 10 വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ ഇവിടെ ഇങ്ങനെ ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന കേരള വിഷന്റെ തന്നെ നേതാക്കൾ, വലിയ താല്പര്യമുള്ളവർ പോലും രംഗത്ത് വന്നുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചത് ഒരു സൗഭാഗ്യമെന്ന് പറയാൻ സാധിക്കും. അപ്പൊ ആ രീതിയിൽ എല്ലാവരും അനുസ്മരിക്കുമ്പോൾ അവർ ചെയ്തു തീർത്ത പല നല്ല കാര്യങ്ങൾ കൊണ്ടാണ് പലപ്പോഴും വ്യക്തി അവരുടെ മരണശേഷം ഉണ്ടാകുന്ന അനുസ്മരണ പരിപാടികൾ നടക്കാറുള്ളത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ്. വലിയ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ശൃംഖലയുടെ ഒരു ഭാഗമായി മാറാൻ സാധിച്ചത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇത് സൗഭാഗ്യമാണ്. ഇന്ന് ഇപ്പോൾ ഈ പരിപാടിക്ക് തന്നെ മിക്കവാറും എല്ലാ ചാനലുകളും എത്തിച്ചേർന്നത് നിങ്ങളുടെ ഈ കേബിൾ വീടുകളിൽ എല്ലാ ചാനലുകളെയും അതാത് വീടുകളിൽ എത്തിക്കുന്നതിന് മുഖ്യ പങ്കാളിയാണ് ഈ കേരള വിഷൻ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ചാനലുകാരെല്ലാവരും എത്തിച്ചേർന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സംവിധാനമാക്കി മാറ്റാൻ ഇതിന് സാധിച്ചത് നിങ്ങളുടെ ഇതിന്റെ തലപ്പത്തുള്ള എല്ലാവരും കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ അതിലൊരു ഭാഗമായിരുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ അനുസ്മരിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി അനുവാദത്തോടുകൂടി നിർവഹിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നു. സിഒഎ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് NH അൻവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര അധ്യക്ഷത വഹിച്ചു. കേബിൾ TV അസോസിയേഷന്റെ ജ്വലിക്കുന്ന ഓർമ്മകളിൽ ഇന്ന് 10 വർഷം അൻവർക്ക എന്ന നമ്മുടെ വഴികാട്ടി ഓരോ അതിന്റെ അനുസ്മരണ ദിനങ്ങളും കടന്നു പോകുമ്പോൾ അതിന് ജ്വലിക്കുന്ന ഓർമ്മകൾ കൂടുതൽ പ്രൗഢോജ്ജലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രാസംഗികൻ ഹരീഷ് സൂചിപ്പിച്ച പോലെ അൻവർ എന്ന ഒരു വ്യക്തിയല്ല, അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പ്രസ്ഥാനമായിരുന്നു. കേബിൾ TV അസോസിയേഷൻ എന്ന കേരളത്തിലെ 4000-ഓളം വരുന്ന ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരുടെ ജീവിതോപാധിക്ക് കൃത്യമായ ദിശാബോധം ഉണ്ടാക്കി കൊടുത്ത ഒരു മഹാവ്യക്തി
നമ്മളെയൊക്കെ വിട്ടു പോയി ഏകദേശം 10 വർഷം പൂർത്തിയായി. സിഒ എന്ന പ്രസ്ഥാനം എല്ലാ മെയ് മാസത്തിലും 7-ാം തീയതി കേബിൾ ടി ദിനമായി സംസ്ഥാനത്ത് ഒട്ടുക്കെ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ വി പ്രഭാകരൻ, കാസർഗോഡ് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പ്രദീപ് നാരായണൻ, സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സിഒഎ ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ വി, സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഷുക്കൂർ കോളിക്കര, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഡയറക്ടർ എം ലോഹിതാക്ഷൻ, സിഒഎ ജില്ലാ ട്രഷറർ വിനോദ് പി, CCN MD മോഹനൻ TV, കാസർഗോഡ് വിഷൻ MD സതീഷ് കെ പാക്കം, സിഒഎ കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി കെ തുടങ്ങിയവർ സംബന്ധിച്ചു. സിഒഎ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സ്വാഗതവും CCN ചെയർമാൻ കെ പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ നിർമ്മാണം പൂർത്തിയാക്കും മുൻപേ ടോൾ പിരിവിനൊരുങ്ങി ദേശീയപാത അതോറിറ്റി. സർവീസ് റോഡ് ഉൾപ്പെടെ അനുബന്ധ സൗകര്യങ്ങളൊന്നും ഒരുക്കാതെയാണ് പെരിയാർ ചാലിങ്കാലിൽ ടോൾ പ്ലാസയുടെ നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തീകരിക്കുന്നത്. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് കുമ്പളയിൽ അടച്ചുപൂട്ടിയ ടോൾ പ്ലാസയാണ് ചാലിങ്കാലിലേക്ക് മാറ്റി നിർമ്മാണം പുരോഗമിക്കുന്നത്. ചെങ്കള മുതൽ തളിപ്പറമ്പ് വരെയുള്ള ദേശീയപാതയിലെ 2ാം റീച്ച് റോഡ് നിർമ്മാണ പ്രവർത്തനമാണ് പലയിടത്തും ഇഴഞ്ഞു നീങ്ങുന്നത്. പലയിടത്തും സർവീസ് റോഡുകൾ ഇല്ല. ഇതിനിടയ്ക്കാണ് വളരെ വേഗത്തിൽ പെരിയാർ ചാലിങ്കൽ പ്രദേശത്ത് ടോൾ പ്ലാസ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നത്. പ്രദേശത്ത് പലയിടത്തും പ്രാദേശിക റോഡുകൾ പൂർണ്ണമായും അടയ്ക്കപ്പെട്ട നിലയിലാണ്. ദേശീയപാതയോരത്തെ വീടുകളിലേക്ക് പോലും വഴികളില്ല. കരാർ കമ്പനിക്കാരോട് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയുമില്ല. എത്രയും പെട്ടെന്ന് ടോൾ പ്ലാസ നിർമ്മിക്കുകയും വേഗത്തിൽ ടോൾ പിരിവ് ആരംഭിക്കുകയും മാത്രമാണ് നിർമ്മാണ കമ്പനിയുടെ ലക്ഷ്യമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനത്തിന് ഒരു വ്യക്തതയും ഇപ്പോഴില്ല. ആകെ ഇവിടെ നടക്കുന്ന പണി ഞങ്ങൾ കാണുന്നത് ഈ ടോൾ പ്ലാസ പ്രവർത്തനം പൂർത്തീകരിക്കാനുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സർവീസ് റോഡുകൾ ആ കാര്യത്തിലൊരു വ്യക്തതയില്ല. നേരത്തെ ഈ റോഡിൻ്റെ കിഴക്ക് വശത്തൂടെ ഒരു സർവീസ് റോഡിൻ്റെ പണി നടന്നിരുന്നു. അതിനുള്ള സ്ഥലം അവർ ഒഴിച്ചിട്ടിരുന്നു. ഒരു പകുതി വരെ അതിൻ്റെ പണി നടത്തി കഴിഞ്ഞിട്ട് അവിടെ കിഴക്കോട്ടൊരു റോഡുണ്ട്, ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു റോഡ്. അവിടെ ഏകദേശം 200-300ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ വരുന്ന റോഡ്, ആ അപ്രോച്ച് റോഡ് അല്ലെങ്കിൽ ആ സർവീസ് റോഡ് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവർ കംഫർട്ട് സ്റ്റേഷൻ പണിതിരിക്കുന്നത്, അവിടെ ടോയ്ലറ്റ് കോംപ്ലക്സ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് ആ റോഡ് ഇല്ലാതായി. ഇപ്പോൾ തെക്ക് ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികൾ ഈ കിഴക്കുള്ള ഗ്രാമത്തിലേക്ക് എങ്ങനെ പോകും എന്നതിന് ഒരു വ്യക്തതയുമില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചാൽ ഒരു ദിവസം കാണുന്ന ഉദ്യോഗസ്ഥനെ അടുത്ത ദിവസം കാണില്ല. അതെ, ഒരു ദിവസം ഒരു പണി നടക്കുമ്പോൾ അവിടുത്തെ ആൾക്കാരോട് നമ്മൾ സംസാരിച്ചാൽ അവർ ചില ഉറപ്പുകൾ തരും. 2ാം ദിവസം അത് മാറ്റി പണിയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിക്കാൻ ആദ്യം പറഞ്ഞ ഉദ്യോഗസ്ഥനെ കാണില്ല. 2ാമത് കാണുന്ന ആളോട് ചോദിച്ചാൽ അത് ഞാനല്ലല്ലോ പറഞ്ഞത് എന്ന രീതിയിൽ അവർക്ക് തോന്നിയ പോലെ പണി നടക്കുകയാണ്. ഇതേ അവസ്ഥയാണ് റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളതും. ഈ വടക്ക് നിന്ന് വരുന്ന വണ്ടികൾ നാഷണൽ ഹൈവേയിലൂടെ പോയി കേളോത്തോ അവിടെ എവിടെയെങ്കിലും ഉള്ള ഒരു യു ടേണിലൂടെ തിരിച്ചു വന്നാൽ ഇവിടെ വരെ വരാൻ വേണ്ടി റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സർവീസ് റോഡില്ല. ഡ്രെയിനേജിൻ്റെ പണി കൃത്യമായി നടന്നിട്ടില്ല. അതേപോലെ ഇപ്പോൾ ഡിവൈഡർ പൂർത്തിയായി കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്തുള്ള ആളുകൾക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എങ്ങനെ പോകാൻ, അല്പം ദൂരം പോയിട്ടായാലും ഇവിടെ എത്തണമല്ലോ, അതിനുള്ള സർവീസ് റോഡുകളോ ഒന്നുമില്ല. ഈ അവസ്ഥയിലാണ് ഇവരിപ്പോൾ ഈ ടോൾ പ്ലാസയുടെ പണി പൂർത്തീകരിച്ച് ജൂൺ 15ഓടുകൂടി ടോൾ പിരിക്കാൻ തുടങ്ങുമെന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ കൃത്യത നമുക്കറിയില്ല. അത് ഏകദേശം പണികൾ പോകുന്ന രീതി കണ്ടിട്ട് അങ്ങനെ സംഭവിക്കുമെന്ന് തോന്നുന്നുണ്ട്. കാരണം സെൻസർ അടക്കമുള്ള കാര്യങ്ങൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. വടക്കോട്ട് പോകാനുള്ളത് അപ്പുറത്ത് അതേപോലെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങളുടെ മനസ്സിലിരിപ്പ്, ഞങ്ങൾ ആലോചിക്കുന്നത് റോഡിൻ്റെ പണിയും ഞങ്ങൾക്കുള്ള സൗകര്യങ്ങളും പൂർണ്ണമായും തയ്യാറാവാതെ ടോൾ പിരിക്കാൻ നാട്ടുകാർ അനുവദിക്കില്ല. നിലവിൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടോൾ പിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പക്ഷേ ഇവരെ ഇപ്പോൾ പ്രധാനമായ ലക്ഷ്യം ടോൾ പിരിക്കുക എന്നത് മാത്രമാണ്. ഇവിടെ റോഡിൻ്റെ പണി പൂർത്തിയാക്കണം എന്ന രീതിയിലേക്കുള്ള ഒരു വർക്കും ഇവിടെ നിലവിൽ നടക്കുന്നില്ല. പൂർണ്ണമായും ടോളിൻ്റെ പണി മാത്രമാണ്, ആ പണം പിരിക്കാനുള്ള പണി മാത്രമാണ് നിലവിൽ ഇവിടെ നടക്കുന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ
രണ്ട് സൈഡിലും സർവീസ് റോഡ് ഉൾപ്പെടെ ഇവിടെ നിലവിലില്ല. അതിൻ്റെ പണി പോലും തുടങ്ങാതെയാണ് ഇവിടെ ടോൾ വിരിക്കാൻ ആവശ്യമായ രീതിയിലേക്കുള്ള ഇടപെടലുകൾ നടത്തുന്നത്. അതേപോലെ തന്നെ മുമ്പ് ഇവിടെ ഒരു വാർത്തയായ ഒരു സംഭവം ഉണ്ടായിരുന്നു. വലിയൊരു കുഴിയെടുത്ത് മണ്ണ് കൊണ്ടുപോയ ഒരു സംഭവം, ഒരു ജലബോംബ് എന്ന രീതിയിൽ വലിയ വാർത്ത വന്നൊരു സംഭവം. അവിടെ ഇപ്പോൾ പകുതി മണ്ണിട്ടതിന് ശേഷം ഇപ്പോൾ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ തള്ളി നാട്ടുകാരെ ദ്രോഹിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ നിലവിൽ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. നാറ്റം കാരണം അവിടെ നിൽക്കാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥ കൂടി നിലവിൽ അന്നത്തെ സംഭവം ഉണ്ടായ സ്ഥലത്ത് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ എന്ത് തന്നെയായാലും റോഡിൻ്റെ പണി പൂർത്തിയാക്കാണ്ട് ഈ നാട്ടുകാർ ഒരിക്കലും ഇവിടെ ടോൾ പിരിക്കാൻ വേണ്ടി അനുവദിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. നേരത്തെ കുമ്പളയിൽ ആരിക്കാടി പ്രദേശത്ത് വിപുലമായ രീതിയിൽ സ്ഥാപിച്ച ടോൾ ബൂത്ത് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് നടപ്പിലാക്കാനായില്ല. പ്രദേശത്ത് അടിസ്ഥാന സൗകര്യങ്ങളോ സർവീസ് റോഡുകളോ ഒരുക്കാതെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. തുടർന്നാണ് ടോൾ പ്ലാസ പെരിയ ചാലിങ്കാലിലേക്ക് മാറ്റിയത്. എന്നാൽ പെരിയ കല്യോട്ട് തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന സ്വകാര്യ ബസ് സർവീസുകൾ ഉൾപ്പെടെ ദേശീയപാത ടോൾ വഴി മാത്രമേ പോകാൻ കഴിയൂ. ഈ ഭാഗത്തെ ബസ്സുകൾക്ക് കല്യോട്ട് ഭാഗത്തേക്ക് പ്രവേശിക്കാൻ റോഡില്ല. മാത്രവുമല്ല, സ്വകാര്യ ബസ്സുകൾ പോകേണ്ട സർവീസ് റോഡുകൾ ഒന്നും തന്നെ ഈ ഭാഗത്ത് പൂർത്തിയായിട്ടില്ല. അതിവേഗത്തിൽ ടോൾ പിരിക്കുക എന്നത് മാത്രമാണ് കമ്പനി ലക്ഷ്യമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ക്യാമറയും സ്കാനറും ഉൾപ്പെടെ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. ട്രാക്കുകളും തയ്യാറായി. ജൂൺ മാസത്തിൽ തന്നെ ടോൾ പിരിവ് ആരംഭിക്കാനാണ് കമ്പനിയുടെ ശ്രമം. സർവീസ് റോഡുകൾ ഉൾപ്പെടെ നിർമ്മിക്കാതെ ടോൾ പിരിവ് അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. ചാലിങ്കാലിൽ നിന്ന് KV സുനിൽകുമാർ, സിറ്റി ന്യൂസ്. ചക്കയുടെ ഔഷധ ഗുണം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനും പാരമ്പര്യവും നൂതനവുമായ വിവിധ ചക്ക ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന കലവറയുമായി കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ CDS ഫസ്റ്റ്, സെക്കൻഡ് എന്നിവർ സംയുക്തമായി ചക്ക ഫെസ്റ്റിന്റെ ഭാഗമായി പ്രദർശനവും വിപണനവും മത്സരവും നടത്തി. ചക്കയുടെ ഔഷധ ഗുണം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനും പാരമ്പര്യവും നൂതനവുമായ വിവിധ ചക്ക ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന കലവറയുമായി കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ CDS ഫസ്റ്റ്, സെക്കൻഡ് എന്നിവർ സംയുക്തമായി ചക്ക ഫെസ്റ്റിന്റെ ഭാഗമായി പ്രദർശനവും വിപണനവും മത്സരവും നടത്തി. ചക്ക കേക്ക്, ബിരിയാണി, പുഡിംഗ്, കട്ട്ലറ്റ്, പായസം, ഹൽവ, ഇഡ്ഡലി തുടങ്ങിയ 70ഓളം വൈവിധ്യമാർന്ന വിഭവങ്ങളോടെയാണ് ചക്ക ഫെസ്റ്റ് നടന്നത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നിർദ്ദേശപ്രകാരം കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന ചക്ക ഫെസ്റ്റ് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ ഇരു CDSഉം ചേർന്നൊരുക്കുന്ന ചക്ക ഫെസ്റ്റ് ആദ്യമായി തന്നെ നമ്മളെല്ലാവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. നമ്മുടെ ഭക്ഷ്യോൽപ്പന്ന രംഗത്ത് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ചക്ക എന്ന് പറയുന്നത്. ചക്കയും മാങ്ങയും ഒന്നുമില്ലാതെ മലയാളിക്ക് ഒരു ജീവിതമില്ല. ചക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇനമാണ് ചക്ക. ഇവിടെ നാടൻ ഭക്ഷ്യോൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ, വിഷരഹിതമായ ഭക്ഷ്യോൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കുടുംബശ്രീ ഒരു സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മാംഗോ ഫെസ്റ്റും അതുപോലെ തന്നെ ചക്ക ഫെസ്റ്റും അതുപോലെ തന്നെ ഉത്സവ നാളുകളിൽ പച്ചക്കറി ചന്തകളും ഒക്കെ ഒരുക്കി ഈ നാടിൻ്റെ ഭക്ഷ്യോൽപ്പന്ന രംഗത്ത് കുടുംബശ്രീ തനതായ വ്യക്തിത്വം പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ M സുമതി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MP ജാഫർ, ഫൗസിയ ഷെരീഫ്, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ P പ്രഭ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി NV ദിവാകരൻ, ജില്ലാ മിഷൻ ജീവനക്കാരായ K നിമിഷ, ET ശ്രീവിദ്യ, M ശ്രീഷ്മ, M സുമ, K ഷീബ എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ CDS ഫസ്റ്റ് ചെയർപേഴ്സൺ M പുഷ്പലത സ്വാഗതവും സെക്കൻഡ് ചെയർപേഴ്സൺ PV രത്നാവതി നന്ദിയും പറഞ്ഞു. കൌൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ, കുടുംബശ്രീ അംഗങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ പങ്കാളികളായി.
വാശിയേറിയ മത്സരത്തിൽ ഒരുമ കുടുംബശ്രീയിലെ PK തസ്ലീന 1ാം സ്ഥാനവും തന്മയ കുടുംബശ്രീയിലെ PK സാജിദ 2ാം സ്ഥാനവും ശ്രീദുർഗ കുടുംബശ്രീയിലെ M സലീല 3ാം സ്ഥാനവും നേടി. വിജയികൾക്ക് നഗരസഭാ സെക്രട്ടറി KM ഗിരീഷ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ M സുമതി എന്നിവർ ക്യാഷ് അവാർഡുകൾ നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechിനൊപ്പം. GTech. വാർത്തകൾ തുടരുന്നു. ഗോരക്ഷാ പ്രവർത്തകരും പ്രാദേശിക സംഘങ്ങളും കന്നുകാലികളെ കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല. സംസ്ഥാനത്ത് കന്നുകാലി കച്ചവടവും ഫാമും നടത്തുന്ന സംരംഭകർ ദുരിതത്തിൽ. ഇതര സംസ്ഥാനത്ത് നിന്ന് കന്നുകാലികളെ നിയമപരമായി കൊണ്ടുവരാൻ പോലും കർഷകർക്കും ഫാം ഉടമകൾക്കും സാധിക്കുന്നില്ല. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കന്നുകാലികളെ കൊണ്ടുവന്ന ഫാം സംരംഭങ്ങൾ തുടങ്ങിയ സംരംഭകർ കടുത്ത പ്രതിസന്ധിയിൽ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കന്നുകാലികളെ കൊണ്ടുവരാൻ ഗോരക്ഷാ പ്രവർത്തകരും പ്രാദേശിക സമിതികളും അനുവദിക്കാത്തതാണ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള സംരംഭകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. പല ഫാമുകളിലും മൂരുകളില്ല. സംരംഭകരായ കർഷകർക്ക് വലിയ വരുമാനം ഉണ്ടാക്കിയിരുന്ന മുറപ്പോത്തുകളുടെ കൊണ്ടുവരലും വിപണനവും ഏതാണ്ട് നിലച്ച മട്ടാണ്. ഈ മേഖലയിൽ മികച്ച നേട്ടം ഉണ്ടാക്കിയ യുവ സംരംഭകൻ ശൈലേഷ് കൃഷ്ണന്റെ ഫാം ഒഴിഞ്ഞുകിടക്കുകയാണ്. കന്നുകാലികളെ എത്തിക്കൽ വലിയ പ്രതിസന്ധിയാണെന്ന് ശൈലേഷ് പറയുന്നു. പശുക്കടത്തുകാരെ ഇല്ലാതാക്കാനും കണ്ടെത്താനും ആരംഭിച്ച ഗോരക്ഷാ സേനയും പ്രാദേശിക സംഘങ്ങളും ഇപ്പോൾ നിയമപരമായി കൊണ്ടുവരാവുന്ന കന്നുകാലികളെ പോലും കൊണ്ടുവരാൻ അനുവദിക്കുന്നില്ല. പോത്തിനെയും കാളയെയും ഒന്നും അതുകൊണ്ട് തന്നെ കൊണ്ടുവരാൻ ആവുന്നില്ല. പലയിടത്തും പ്രാദേശിക സംഘങ്ങൾ കന്നുകാലികളെ കൊണ്ടുവരുന്ന സംഘത്തെ ആക്രമിക്കുന്ന സംഭവങ്ങളും നിരവധിയാണ്. പ്രശ്നപരിഹാരത്തിന് നിയമപരമായി കൊണ്ടുവരുന്ന സംരംഭകർക്ക് സുരക്ഷ ഉറപ്പാക്കണം എന്നാണ് നിയമമെങ്കിലും ഇതര സംസ്ഥാനങ്ങളിൽ അത്തരം പിന്തുണ ലഭിക്കാറില്ല എന്ന് ശൈലേഷ് ഉൾപ്പെടെയുള്ളവർ പറയുന്നു. ഹരിയാന, മഹാരാഷ്ട്ര, ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിലും ഇത്തരം വാഹനങ്ങൾ വ്യാപകമായി തടയുകയും ആക്രമിക്കപ്പെടുകയും പതിവായിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ സംരംഭകർ കടുത്ത പ്രതിസന്ധിയിലാണെന്നും ഇവർ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുഹമ്മദ് ആസിഫിന്റെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണത്തിന് പച്ചക്കൊടി കാട്ടി ഹൈക്കോടതി. സംഭവത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് പോലീസിന് നോട്ടീസ് അയക്കാനും ഉത്തരവ്. 2025 ജനുവരി 15-നാണ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൈവളികെ കയർക്കട്ടയിൽ നിർത്തിയിട്ട ലോറിക്കകത്ത് മുഹമ്മദ് ആസിഫിനെ അവശനിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലാതായതോടെ മുഹമ്മദ് ആസിഫിന്റെ മാതാവ് സക്കീന ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കേരള ഹൈക്കോടതി സുപ്രധാന വിധി പ്രസ്താവം നടത്തിയത്.
കഴിഞ്ഞ ദിവസം കേസ് പരിഗണനയ്ക്കെടുത്ത കോടതി ഹർജിക്കാരന്റെയും പബ്ലിക് പ്രോസിക്യൂട്ടറുടെയും വാദങ്ങൾ കേട്ട ശേഷം കേസ് അന്വേഷണം CBIക്ക് കൈമാറണമെന്ന ആവശ്യം എന്തുകൊണ്ട് അനുവദിച്ചുകൂടാ എന്ന് വിശദീകരിക്കാൻ പോലീസിന് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയുണ്ടായി. മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെയും സഹോദരങ്ങളുടെയും ധീരരോദനം കോടതി കേട്ടത് കേസന്വേഷണത്തിൽ വലിയ വഴിത്തിരിവുണ്ടായേക്കുമെന്നാണ് വിലയിരുത്തുന്നത്. മരണത്തിൽ വലിയ തരത്തിൽ ദുരൂഹത ഉയർന്നിട്ടും പ്രാഥമിക അന്വേഷണത്തിൽ ഇത് കൊലപാതകമാണെന്ന് തെളിഞ്ഞിട്ടും കേസിൽ പോലീസ് വേണ്ടത്ര താൽപര്യം കാട്ടാത്ത സ്ഥിതിയുണ്ടായതോടെ പ്രതികൾ പലരും രാഷ്ട്രീയ സ്വാധീനം മുതലാക്കി രക്ഷപ്പെടുന്ന സ്ഥിതിയാണുണ്ടായത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയതോടെയാണ് CBI അന്വേഷണം ആയിക്കൂടെയെന്ന് ഹൈക്കോടതി ചോദിക്കുന്ന സ്ഥിതിയുണ്ടായത്. മുഹമ്മദ് ആസിഫ് കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 1 വർഷവും 4 മാസവും കടന്നുപോവുകയാണ്. ഈ സമയമായിട്ടും ഇതേവരെ കഴിഞ്ഞ കാലത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ കേസിനെ സംബന്ധിച്ച് ഒരു നടപടി ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ഈ തികച്ചും ആ ബായാർ പതാവിൽ നടന്ന ആ ടിപ്പറിനുള്ളിൽ വെച്ച് നടന്ന അതൊരു കൊലപാതകം തന്നെയാണെന്നുള്ളത് ഏത് കൊച്ചു കുട്ടിക്കും മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ്. ആ വസ്തുതയെ വളച്ചൊടിച്ചുകൊണ്ട് അത് ഒന്നുമല്ലാതാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നത്. കാരണം അന്ന് നൈറ്റ് പട്രോളിങ്ങിൽ ഉണ്ടായിരുന്ന ആ പോലീസുകാരുടെ അവരുടെ മൊഴിയെടുക്കാനോ അല്ലെ അവരെ കണ്ടെത്താനോ പോലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന് നടപടിയെടുക്കേണ്ടവർ തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇനി വരുന്ന മുന്നോട്ടുള്ള നടപടികളിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ കേസിലെ കുറ്റവാളികൾ ആരായാലും അവർ പുറത്തു വരിക തന്നെ ചെയ്യും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതിനുവേണ്ട നടപടിക്രമങ്ങളുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോകണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾക്ക് സർക്കാരിന്റെ മുന്നിൽ വെക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ കാടാങ്കോട് ജയ്ഹിന്ദ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 1 മാസക്കാലമായി നടന്നുവന്ന അവധിക്കാല ബാസ്കറ്റ്ബോൾ പരിശീലന ക്യാമ്പിന് സമാപനമായി. നെല്ലിക്കാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന ചടങ്ങ് സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. ബാസ്കറ്റ്ബോളിൽ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ കാടാങ്കോട് ഗ്രാമത്തിലെ 4 മുതൽ 17 വയസ്സുവരെയുള്ള 60-ൽ പരം കുട്ടികളാണ് ജയ്ഹിന്ദ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബാസ്കറ്റ്ബോളിൽ ശാസ്ത്രീയ പരിശീലനം നേടിയത്. നെല്ലിക്കാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന ചടങ്ങ് സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. അത് ഫുട്ബോളാണെങ്കിലും ബാസ്കറ്റ്ബോളാണെങ്കിലും വോളിബോളാണെങ്കിലും നമ്മുടെ പ്രതിഭകൾക്ക് ആവശ്യമുള്ളത് അതിനുള്ള കായിക രംഗത്ത് അവർക്ക് കളിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി കൊടുക്കാറുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട യുവജനേഷൻ സ്പോർട്സ് ക്ഷേമ മന്ത്രി ചെറുപ്പക്കാരനാണ് ജനീഷ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ജനീഷ്, കേരളത്തിലെ ഏറ്റവും അധികം കായിക താരങ്ങളുടെ മണ്ഡലത്തിലെ MLA, ഏറ്റവും അധികം ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഏതെങ്കിലും ഒരു കായിക വിനോദത്തിന്റെ പരിശീലനത്തിൽ ഏർപ്പെടുന്നത് കാണാൻ കഴിയാത്ത ഒരു ഗ്രാമം പോലും പോയില്ല. അതുകൊണ്ട് നിങ്ങളുടെ സവിശേഷമായിട്ടുള്ള പരിഗണന നമ്മുടെ മണ്ഡലം ഉണ്ടായിരിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥന കൂടി. അടുത്ത മാസം തൊട്ട് ലോകകപ്പ് തുടങ്ങും. ക്ലബ് വൈസ് പ്രസിഡന്റ് അനീഷ് കൊക്കോട്ട അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തവരെയും ദേശീയ ഗെയിംസിലെ ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ കേരള ടീം അംഗത്തെയും ഉൾപ്പെടെ ചടങ്ങിൽ അനുമോദിച്ചു. ബാസ്കറ്റ്ബോൾ ടീമിന് കിറ്റും ജേഴ്സി വിതരണവും നിർവഹിച്ചു. കളി പരിശീലകരായ ബാബുരാജ് മുട്ടത്ത, TK വിനോദ്, M നിതീഷ് എന്നിവരെയും കേരള പുറക്കളി അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാവ് മൂത്തൽ കണ്ണനെയും MLA ആദരിച്ചു. ക്ലബ് ജോയിന്റ് സെക്രട്ടറി രാകേഷ് മുട്ടത്ത, സ്പോർട്സ് സെക്രട്ടറി സുധീർ മൂത്തൽ, ഗ്രാമപഞ്ചായത്ത് അംഗം കരുണാകരൻ മുട്ടത്ത, ഫാർമേഴ്സ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് V കൃഷ്ണൻ മാസ്റ്റർ, DM സുകുമാരൻ, V നാരായണൻ, വല്ലി രാമകൃഷ്ണൻ, K ബാലകൃഷ്ണൻ, K ദിനേശൻ മാസ്റ്റർ, സുകുമാരൻ വെങ്ങാട്ട്, A നാരായണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരള കർഷക സംഘം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ തുടർച്ചയായുള്ള രാസവള വിലവർദ്ധനവിലും പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിലും പ്രതിഷേധിച്ചാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്.
കേന്ദ്ര ഗവൺമെന്റിന്റെ തുടർച്ചയായുള്ള രാസവള വിലവർദ്ധനവിലും പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിലും പ്രതിഷേധിച്ച് കേരള കർഷക സംഘം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കോട്ടച്ചേരി ട്രാഫിക് സർക്കിളിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. പൊതുയോഗം കർഷക സംഘം കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ പറഞ്ഞിട്ടുള്ള ആ വിലയിൽ നിന്ന് വ്യത്യസ്തമായി 1500 രൂപ നേരത്തെ വിലയെടുത്തിരുന്ന സ്ഥാനത്ത് 50 കിലോന് ഇപ്പോൾ 2100 രൂപയുമാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിനകത്ത് നെൽകൃഷി, ചോളം, ഗോതമ്പ് തുടങ്ങിയിട്ടുള്ള കാർഷിക വിളകൾ ചെയ്യാൻ വേണ്ടി കൃഷിക്കാർ തയ്യാറാവുന്നില്ല. അങ്ങനെ കൃഷിക്കാർ തയ്യാറാവാത്ത ഘട്ടത്തിനകത്ത് ഈ രാജ്യത്തിനകത്തുള്ള നരേന്ദ്രമോദി എന്താ പറയുന്നത്? നിങ്ങൾ രാസവളം കുറക്കൂ, പ്രകൃതിയെ മണ്ണിന് ഹാനികരമായിട്ടുള്ള രാസവളം ഇപ്പോൾ ഉപയോഗിക്കേണ്ട, അത് പ്രകൃതിക്ക് ദോഷമാണ്, അതുകൊണ്ട് മണ്ണിനെ സംരക്ഷിക്കൂ എന്നുള്ള ഉടന്ത ന്യായമാണ് ഈ രാജ്യത്തിനകത്തുള്ള ഭരണാധികാരികൾ കൃഷിക്കാരോട് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തിനകത്തുള്ള ഉൽപ്പാദന മേഖല തകർന്നു കഴിഞ്ഞാൽ രാജ്യത്തിനകത്ത് ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഈ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ നിന്നും കണ്ടമാനം ഇറക്കുമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കർഷക സംഘം കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കെ വി സുരേന്ദ്രൻ, എൻ ഗോപി, പി ജ്യോതി ബസു എന്നിവർ സംസാരിച്ചു. കെ വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വായന കൂടുതൽ വിശാലമാക്കുന്നതിനായി സംസ്ഥാന ലൈബ്രറി കൌൺസിൽ നടപ്പിലാക്കുന്ന വായനക്കളരി എന്ന പരിപാടിയുടെ ഭാഗമായി അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം ഒരു മാസക്കാലം നടത്തിയ വായനക്കളരി സമാപിച്ചു. വായന കൂടുതൽ വിശാലമാക്കുന്നതിനായി സംസ്ഥാന ലൈബ്രറി കൌൺസിൽ നടപ്പിലാക്കുന്ന വായനക്കളരി എന്ന പരിപാടിയുടെ ഭാഗമായി അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം ഒരു മാസക്കാലം നടത്തിയ വായനക്കളരി സമാപിച്ചു. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന പേരിൽ പുസ്തകാസ്വാദനം, കുട്ടികളുടെ കഥ, കവിത, ചിത്രരചന, കാനായിയെ അറിയുക, പാട്ടും പറച്ചിലും, ശുചീകരണങ്ങൾ, കയ്യെഴുത്ത് മാസിക തയ്യാറാക്കൽ, സംഗീതശില്പം തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരു മാസം നീണ്ടുനിന്ന വായനക്കളരിയിൽ നടത്തിയത്. വായനാശാല പരിസരത്ത് 43 കുട്ടികൾ പങ്കെടുത്ത് നടന്ന വായനക്കളരിയുടെ സമാപന സമ്മേളനവും വായനശാലയുടെ 87ാം വാർഷികവും കാഞ്ഞങ്ങാട് MLA ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ഉള്ള കാലത്ത് രൂപീകരിച്ച ഒരു ഗ്രന്ഥാലയം വായനശാല. അതുപോലെ തന്നെ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ 1947-ൽ 46ഓളം ഗ്രന്ഥാലയങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ചേർത്തുകൊണ്ട് അമ്പലപ്പുഴയിൽ ആരംഭിച്ച ഗ്രന്ഥശാല തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകളുടെ കൂട്ടായ്മയാണ് അതിന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. അതിനു മുമ്പ് ഗ്രന്ഥശാലകൾ ഒരുപാടുണ്ടായിട്ടുണ്ടാകും. വായനശാല പ്രസിഡന്റ് സി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൌൺസിൽ മുൻ സംസ്ഥാന സെക്രട്ടറി പി അപ്പുക്കുട്ടൻ MLAയെ ആദരിച്ചു. ലൈബ്രറി നേതൃസമിതി കൺവീനർ കെ രാഘവൻ കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ നൽകി. വായനശാല വൈസ് പ്രസിഡന്റ് എൻ ഗീത റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത, കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം രാഘവൻ, നഗരസഭാ കൌൺസിലർമാരായ പി വി വിദ്യാലത, കെ വി രാധ, CPIM ബല്ല ലോക്കൽ സെക്രട്ടറി എൻ ഗോപി, CDS ചെയർപേഴ്സൺ എം പുഷ്പലത എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി AK ആൽബർട്ട് സ്വാഗതവും വായനാ വെളിച്ചം കൺവീനർ വി ഉഷ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അതിയാമ്പൂർ ഗായക സംഘത്തിന്റെ ഗാനമേളയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അതിഞ്ഞാൽ മുതൽ ചിത്താരി വരെ KSTP റോഡിൽ ഡ്രൈനേജ് സ്ഥാപിക്കണമെന്ന ആവശ്യം KVVES അജാനൂർ യൂണിറ്റ് ജനറൽ ബോഡി യോഗം നടന്നു. അജാനൂർ പഞ്ചായത്തിൽപ്പെട്ട മൻസൂർ ഹോസ്പിറ്റൽ മുതൽ ചിത്താരി വരെയുള്ള KSTP റോഡിന്റെ വശങ്ങളിൽ ഡ്രൈനേജ് സൗകര്യമില്ലാത്തത് കാരണം ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടുണ്ടാകുന്നു. ഇത് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും അസഹനീയമായ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്.
അതിനാൽ ഈ പ്രദേശത്ത് ഡ്രൈനേജ് സ്ഥാപിച്ചുകൊണ്ട് എത്രയും വേഗം പ്രശ്നം പരിഹരിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അജാനൂർ യൂണിറ്റ് ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. പുതുതായി പണിയുന്ന വ്യാപാര ഭവൻ കെട്ടിടത്തിൽ വെച്ച് നടന്ന ജനറൽ ബോഡി യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ഹംസ പാലക്കി അധ്യക്ഷത വഹിച്ചു. വനിതാ വിംഗ് പ്രസിഡന്റ് ലീല തമ്പാൻ പ്രാർത്ഥനാ ഗീതം ചൊല്ലി. ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലുള്ള വിഷയങ്ങളൊക്കെ ഊന്നിക്കൊണ്ടാണ് 2024 ജനുവരി 29 കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു സമര വാഹന പ്രചരണ ജാഥ സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന ജാഥയിൽ നിങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ട്. ആ ജാഥയിൽ ഉന്നയിച്ച 29 കാര്യങ്ങളിൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ വ്യാപാരികൾക്ക് ഒരു വ്യാപാര മന്ത്രാലയം വേണം. അത് വളരെ വർഷങ്ങളായി നമ്മൾ ആവശ്യപ്പെടുന്നു. വ്യാപാരികൾക്ക് വേണ്ടി മാത്രം ഒരു വ്യാപാര മന്ത്രാലയം വേണം. വ്യാപാരികളുടെ പ്രശ്നം അവിടെ ചർച്ച ചെയ്ത് ആ ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് തീരുമാനം ഉണ്ടാക്കണം. പ്രത്യേകം ചീഫ് സെക്രട്ടറിയെ നിയോഗിക്കണം. ഇതൊക്കെ നമ്മൾ ഉന്നയിച്ചതാണ്. രണ്ടാമത് കുറഞ്ഞ പലിശക്ക് വ്യാപാരികൾക്ക് പണം നൽകണം. ഓൺലൈൻ വ്യാപാരം കുത്തക കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാടുകൾക്കെതിരെയുള്ള കാര്യങ്ങൾ. അതുപോലെ GST 40 ലക്ഷത്തിൽ കൂടുതൽ വിറ്റുവരെയുള്ള വ്യാപാരികൾ ഇപ്പോൾ GST ഉണ്ട്. ഒരുപാട് വ്യാപാരികൾ ഇപ്പോൾ 40 കൂടുതലുണ്ട്. സാധാരണ 40 കുറഞ്ഞ ചുരുക്കം ചില ആളുകളെ ഉണ്ടാവും. അപ്പം അത്തരം ആളുകളെ ഒഴിവാക്കി 2 കോടിയായി പരിധി ഉയർത്തണം. ചെറുകിട വ്യാപാരികൾക്ക് 2 കോടി വരെ GST പരിധി ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ റിപ്പോർട്ടും ട്രഷറർ കെ ഹനീഫ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KJ സജി, ട്രഷറർ മാഹിൻ കോളിക്കര, സെക്രട്ടറി CK ആസിഫ്, കണ്ടത്തിൽ കണ്ണൻ, ഷിഹാബ് ബാരിക്കാട്, മുജീബ് റഹ്മാൻ, കുഞ്ഞഹമ്മദ്, ഹരികുമാർ, അബ്ദുൽ ഹമീദ്, സുനിത എന്നിവർ സംസാരിച്ചു. 2026-28 വർഷത്തേക്കുള്ള പ്രസിഡന്റായി ഹംസ പാലക്കിയെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. മറ്റു ഭാരവാഹികൾ കെ രവീന്ദ്രനെ ജനറൽ സെക്രട്ടറിയായും കെ ഹനീഫയെ ട്രഷററായും കുഞ്ഞഹമ്മദ്, CP മുനീർ, മുജീബ് റഹ്മാൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ഷിഹാബ് ബാരിക്കാട്, ഹരികുമാർ, അബ്ദുൽ ഹമീദ് എന്നിവരെ സെക്രട്ടറിമാരായും കണ്ടത്തിൽ കണ്ണനെ രക്ഷാധികാരിയായും 45 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പോസ്റ്റ്മാൻ രാമകൃഷ്ണനെയും മുതിർന്ന വ്യാപാരികളായ CH മുഹമ്മദ് കുഞ്ഞിയെയും OK കൃഷ്ണൻ, PB മൊയ്തീൻ കുഞ്ഞി, PS അമ്പൂഞ്ഞി, CM മൊയ്തീൻ കുഞ്ഞി എന്നിവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. CP മുനീർ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക.
Unity Center for Medical Education, കാഞ്ഞങ്ങാട് and നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക വൈവിധ്യ ദിനത്തിന്റെ ഭാഗമായുള്ള സെമിനാർ സംഘടിപ്പിച്ചു. സാംസ്കാരിക വൈവിധ്യം ഊട്ടിയുറപ്പിക്കാൻ പ്രാദേശിക കൂട്ടായ്മകൾ ശക്തിപ്പെടണമെന്ന് CM വിനയചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഭാഗമായുള്ള സെമിനാർ സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് CM വിനയചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നീട് തന്റെ ഭാഷയിലെ ദുരവസ്ഥ കണ്ടിട്ട് ഞാൻ എന്റെ ഈ പ്രാദേശിക ഭാഷയിൽ മാത്രമേ എഴുതൂ എന്ന് തീരുമാനിച്ച ഒരാളാണ്. എങ്ങനെയാണ് ഭാഷയ്ക്കെതിരായിട്ട് സാംസ്കാരിക വൈവിധ്യത്തിനെതിരായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ലോകത്ത്? ഇന്ത്യയിലേക്ക് നമുക്ക് ഇതിന് ശേഷം വരാം. ഏറ്റവും പ്രധാനം ആഗോളവൽക്കരണം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഭാസം ലോകത്ത് വ്യാപകമായി 90കളിൽ നമ്മുടെ രാജ്യത്തടക്കം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് നമുക്കറിയാം യൂറോപ്യൻ അധിനിവേശമാണ് ആഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ വലിയ തോതിൽ ചൂഷണം ചെയ്ത് കൊണ്ടുപോയത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സംസ്കാര നഷ്ടം, ഭാഷാ നഷ്ടം, സംസ്കാരത്തിന് വേണ്ട കടുത്ത അധിനിവേശം നടന്നത് പ്രധാനമായിട്ടും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെയാണ് യൂറോപ്യൻ അധിനിവേശത്തിന്റെ ഭാഗമായി. അപ്പൊ ഈ ഭാഷകളെ അല്ലെങ്കിൽ സംസ്കാരത്തെ അടിച്ചമർത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി, ഒരു അനുഭവം എന്ന് പറയുന്നത് ഈ തരത്തിൽ ആഗോളീകരണത്തിന്റെ ഭാഗമായിട്ടുണ്ടായ സാംസ്കാരിക അധിനിവേശമാണ്. ഭാഷയെ, പാട്ടിനെ, നാടൻ പാട്ടുകൾ മാത്രം തെരഞ്ഞു പിടിച്ചു കൊന്നു കളഞ്ഞ ചരിത്രം വരെ അധിനിവേശ കാലത്തുണ്ടായിരുന്നു എന്ന് വായിക്കപ്പെടുകയും. സാംസ്കാരിക വൈവിധ്യം ഊട്ടിയുറപ്പിക്കാൻ പ്രാദേശിക കൂട്ടായ്മകൾ ശക്തിപ്പെടണമെന്ന് CM വിനയചന്ദ്രൻ പറഞ്ഞു. സെമിനാറിൽ പപ്പൻ കുട്ടമത്ത് അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം PP രാജൻ സ്വാഗതം പറഞ്ഞു. മധു V നന്ദി അർപ്പിച്ച് സംസാരിച്ചു. AM ബാലകൃഷ്ണൻ ആമുഖാവതരണം നടത്തി. ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ P പ്രഭാകരൻ, ഡോക്ടർ KV സജീവൻ, KV രവീന്ദ്രൻ, പ്രേമചന്ദ്രൻ ചോമ്പാല എന്നിവർ സംസാരിച്ചു. K ബാലകൃഷ്ണൻ ക്രോഡീകരണം നടത്തി. സാംസ്കാരിക വൈവിധ്യത്തിന്റെ പ്രാധാന്യം ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ കിച്ചൺ ഷെഡിന്റെയും ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റിന്റെയും ഉദ്ഘാടനം നടന്നു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത ഉദ്ഘാടനം നിർവഹിച്ചു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് 13,98,000 അടങ്കൽ തുകയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കിച്ചൺ ഷെഡിന്റെയും 2025-26 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10,17,000 അടങ്കൽ തുകയിൽ നിർമ്മിച്ച ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റിന്റെയും ഉദ്ഘാടനം നടന്നു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത ഇരു പദ്ധതികളും ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുല്ലൂർ വിദ്യാലയത്തിനകത്ത് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ 2 കെട്ടിടങ്ങളും, ടോയ്ലറ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ കിച്ചൺ സംവിധാനം ആയിക്കോട്ടെ, ഏറ്റവും മനോഹരമായ രീതിയിലേക്ക് തന്നെയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി എന്നുള്ള നിലയിലേക്ക് വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഇത് ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിനും അതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇടപെടുന്നത്. ആ നിലയിലേക്ക് ഇനിയും പുല്ലൂർ വിദ്യാലയത്തിന് അകത്ത് അതുപോലെ തന്നെ മറ്റ് ഉള്ള എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ നിർദ്ദേശങ്ങൾ ലഭിക്കത്തക്ക രീതിയിലേക്കുള്ള ഇടപെടൽ നടത്തി അത് വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനങ്ങൾ PTA-യും അതോടൊപ്പം തന്നെ അധ്യാപകരുമൊക്കെ ഏറ്റെടുത്ത് നടത്തേണ്ടതാണ്. ജനാർദ്ദന മാഷ് അത് വളരെ കൃത്യമായിട്ട് തന്നെ നിർവഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച വിദ്യാലയ അന്തരീക്ഷം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ TV രമ്യ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ M മനോജ് കുമാർ എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AV മിനി, സ്കൂൾ PTA പ്രസിഡന്റ് P ബാലകൃഷ്ണൻ, SMC ചെയർമാൻ K ഷാജി, മദർ PTA പ്രസിഡന്റ് K നിഷ, കരാറുകാരായ T തമ്പാൻ, അഷ്റഫ് അലി കളപ്പുര എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർ VK നളിനി സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപകൻ P ജനാർദ്ദനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം കൊടക്കാട് പണയക്കാട് ഭഗവതി സ്ഥാനത്ത് കലശ മഹോത്സവത്തിന് തുടക്കമായി. 5 ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. കലശ മഹോത്സവത്തിന് എത്തുന്നവർക്ക് അന്നദാനം ഒരുക്കുന്നതിനായി വിഭവങ്ങളുമായി വിവിധ സ്ഥലങ്ങളിൽ നിന്നും കലവറ ഘോഷയാത്ര നടന്നു. കൊടക്കാട് പാലക്കീഴൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം, മുറക്കാട്ട് നമ്പിവീട് ശൂലാപ്പിൽ ഭഗവതി ക്ഷേത്രം, കളത്തേര ഭണ്ഡാര പരിസരം എന്നിവിടങ്ങളിൽ നിന്നുമാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ആരംഭിച്ചത്. നൂറുകണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായി. ക്ഷേത്ര കലവറയും പ്രസാദവും ചുറ്റുമതിലും ഭക്ഷണശാലയും ഉൾപ്പെടെ നവീകരണം പൂർത്തീകരിച്ച ശേഷം സമ്പൂർണ്ണ നവീകരണ ബ്രഹ്മകലശ മഹോത്സവമാണ് 5 പതിറ്റാണ്ടിന് ശേഷം നടന്നുവരുന്നത്. വൈകുന്നേരം ക്ഷേത്രം തന്ത്രി കാളക്കാട്ടില്ലത്ത് നാരായണൻ തന്ത്രികൾക്ക് ആചാര്യ സ്വീകരണം നൽകി. തുടർന്ന് വിവിധ താന്ത്രിക കർമ്മങ്ങൾ നടന്നു. മെയ് 27 രാവിലെ താന്ത്രിക കർമ്മങ്ങൾ നടക്കും. വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് IPS വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സാഹിത്യകാരൻ PV ഷാജികുമാർ സാംസ്കാരിക പ്രഭാഷണം നടത്തും. രാത്രി നാടകം അരങ്ങിലെത്തും. 28 രാവിലെ 10 മണിക്ക് നടക്കുന്ന ആചാര്യ സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. നടക്കാവ് ഹിദായത്ത് FC-യുടെ നേതൃത്വത്തിൽ 15ാം വാർഷികാഘോഷമായി നടക്കാവ് പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പരിമിത ഓവർ ക്രിക്കറ്റിൽ ഉദിനൂർ പരത്തിച്ചാൽ കിങ് ടീം ജേതാക്കളായി. മാരകമായ ലഹരി എന്ന വിപത്തിനെ അകറ്റി പുതുതലമുറയെ ചേർത്തു പിടിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ടൂർണമെന്റിൽ 3 വിക്കറ്റിന് ടൈറ്റൻ നടക്കാവ് ടീമിനെയാണ് പരാജയപ്പെടുത്തിയത്. പടനയിൽ നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് കായികവേദി ചെയർമാൻ AG കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സമയമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് തുടങ്ങേണ്ടതായിട്ടുണ്ട്. നമ്മളെ LPL 2 ആണ്, ക്രിക്കറ്റ് സീസൺ 2 ആണ് നടക്കുന്നത്. ഇതിനു മുമ്പ് ഫുട്ബോൾ ഇതേപോലെ നടന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ കൂട്ടായ്മ ഒന്നിച്ച് നമ്മൾ ഒരുപാട് ഏജുള്ള കുട്ടികളും അതുപോലെ തന്നെ ചെറിയ കുട്ടികളുണ്ട്. എൻ്റെ മോൻ കൂടെ കളിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് നല്ല രീതിയിൽ പോവുക എന്നുള്ള പോലെ ആയിരിക്കും പോലീസ് പറഞ്ഞ പോലെ നമ്മളെ ഈ കൂട്ടായ്മ ഒന്നിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് അർത്ഥം വെക്കുന്നത് നമ്മളെല്ലാവരും വലിയ ചെറുതായിട്ട് എല്ലാവരും ഒന്നിച്ച് നല്ല വഴിയിലൂടെ നയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം. ഹിദായത്ത് FC പ്രസിഡന്റ് K ഷബീർ അധ്യക്ഷത വഹിച്ചു. K ഫിറോസ്, രജീഷ് പടന്ന, AB നസീം, ഡോക്ടർ MTP ബാസിദ്, A ഹാരിസ് എന്നിവർ സംസാരിച്ചു. ജേതാക്കൾക്ക് 10,000 രൂപയുടെയും റണ്ണേഴ്സിന് 8,000 രൂപയുടെയും പ്രൈസ് മണി ക്രിക്കറ്റ് താരം P ബിജു സമ്മാനിച്ചു. മികച്ച ബാറ്ററായി AG മുസജിദ്, മികച്ച ബൌളറായി N അഷ്റഫ് എന്നിവരെ തെരഞ്ഞെടുത്തു. ചടങ്ങിൽ ഹിദായത്ത് ടീമിന്റെ ജേഴ്സി പ്രകാശനവും നടന്നു. ടൂർണമെന്റിൽ വിജയിച്ച ടീമുകൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങാൻ പ്രൈസ് മണിയിൽ നിന്നും ധനസഹായ വിതരണവും സമാപന ചടങ്ങിൽ വെച്ച് നൽകി. ഹിദായത്ത് ടീമിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ ലീഗ് ടൂർണമെന്റും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് KSUവിന്റെ വേറിട്ട പ്രതിഷേധം. കാസർഗോട്ട് ബൈക്കുകൾ ഉരുട്ടിയാണ് പ്രതിഷേധം അറിയിച്ചത്. ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ട്രെയിൻ തടഞ്ഞു. ചെന്നൈയിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ് ആണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞത്. ഹൊസ്ദർ പോലീസ് സ്റ്റേഷനിലെ വാറന്റ് പ്രതിയെ പിടികൂടാനെത്തിയ പോലീസ് സംഘത്തെ ആക്രമിച്ച പ്രതിയെ മോചിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് മഞ്ചേശ്വരം മണിമുണ്ടയിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. NH അൻവറിന്റെ ഓർമ്മകൾക്ക് 10 ആണ്ട്. COE സ്ഥാപക നേതാവും സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന നാസർ ഹസൻ അൻവറിന്റെ 10ാം ഓർമ്മ ദിനത്തിന്റെ ഭാഗമായി കാസർഗോഡ് RK മാൾ ഓഡിറ്റോറിയത്തിൽ അൻവർ ഓർമ്മ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലയിൽ നിർമ്മാണം പൂർത്തിയാക്കും മുൻപേ ടോൾ പിരിവിനൊരുങ്ങി ദേശീയപാത അതോറിറ്റി. സർവീസ് റോഡ് ഉൾപ്പെടെ അനുബന്ധ സൗകര്യങ്ങളൊന്നും ഒരുക്കാതെയാണ് പെരിയാർ ചാലിങ്കാലിൽ ടോൾ പ്ലാസയുടെ നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തീകരിക്കുന്നത്.
ചക്കയുടെ ഔഷധ ഗുണം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനും പാരമ്പര്യവും നൂതനവുമായ വിവിധ ചക്ക ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന കലവറയുമായി കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ CDS ഫസ്റ്റ്, സെക്കൻഡ് എന്നിവർ സംയുക്തമായി ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഗോരക്ഷാ പ്രവർത്തകരും പ്രാദേശിക സംഘങ്ങളും കന്നുകാലികളെ കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല. സംസ്ഥാനത്ത് കന്നുകാലി കച്ചവടവും ഫാമും നടത്തുന്ന സംരംഭകർ ദുരിതത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.